ഓ കാലിന് നീട്ടം കുറവ്. എല്ലാവർക്കും ഇപ്പോൾ RCBയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ 210 180 അതുപോലെയുള്ള വണ്ടികളൊക്കെ സെറ്റ് ചെയ്താൽ എന്തായാലും യൂസ്ഫുൾ ആവും. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ 220 കാർബറേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഇടയ്ക്ക് വെച്ച് മിസ്സിങ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്ത് കാർബറേറ്റർ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള മിസ്സിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി മിക്കവാറും നമ്മളെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ ചേഞ്ച് ആക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ വെർഷൻ R15 V3 മാസ്റ്റർ സിലിണ്ടർ കയറ്റണം കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ബ്രേക്കിങ്ങും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നതാണ് വിശ്വാസം. എന്തായാലും നമുക്കതൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇനി നേരെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് മഡ് ഗാർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഹഗ്ഗർ സെറ്റ് ചെയ്ത വീഡിയോ കണ്ടവർക്കറിയാം, മഡ് ഗാർഡ് കുറച്ച് ഷോർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ബ്ലാക്ക് ആക്കണം കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഇനി പോകണമെന്ന് വെച്ചാൽ ആ മഡ് ഗാർഡും കൊണ്ട് പെയിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തിട്ട് ഇനി വർക്ക്ഷോപ്പിൽ പോകണം. വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യണം കേട്ടോ. കാർബറേറ്ററിൻ്റെ ഇഷ്യൂ ആണോ എന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. എന്നിട്ട് ഷോറൂമിൽ പോയി സാധനം മേടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പെയിൻറ്റിങ്ങിന് മഡ്ഗാർഡ് കൊണ്ട് കൊടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് വിടാം. അവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഇത്ര ഭാഗം വൈകിട്ടത്തേക്ക് മതി. മഡ്ഗാർഡ് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോകണം. ഇപ്പോൾ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാർബറേറ്റർ മേടിക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈ വിട്ടിട്ടെടുക്കാൻ നേരത്ത് ഒന്ന് അറയ്ക്കുന്നതാണ് കേട്ടോ. വണ്ടി ഒന്ന് പമ്മി പോവും. ഇനി വയറിംഗ് എന്തെങ്കിലും സീനാണോന്ന് അറിയാൻ വയ്യ. നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ടിലൊന്ന് ഞാൻ അറിയും. ഇല്ല ആ എന്തിനു വണ്ടി കാർബറേറ്റർ മിസ്സിങ്. ഇപ്പൊ മിസ്സിങ് ഇല്ല. പുതിയ കാർബറേറ്റർ മേടിക്കാൻ പൈസ ആയിട്ടപ്പോ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ കിറ്റ് കയറ്റിയല്ലേ? ആ റാപ്പല്ലേ? ഇല്ല ഇടത്തില്ല. ഇത് 2-3 വീഡിയോ പെൻഡിങ്. അമ്മ നൈസാ ചേട്ടാ. ഇതേപോലെ ബ്ലാക്ക് ആകുമ്പോ വലിയ സീനില്ല. ക്രാഷ് കാർഡ് എന്തിനു ബ്ലാക്ക് ആക്കുന്ന? ബ്ലാക്ക് ആകുമ്പോ വലിയ സീൻ വരത്തില്ലല്ലോ. ഇതോടെ റൈഡ് ഓൺ ചെയ്യുന്ന ചെയ്താ റാപ്പ്? ഗിയർ ഓൺ അല്ലേ? ഗിയർ ഓൺ ഇല്ല. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ സീനൊന്നും ആക്കില്ല, വിട്ട്. ഓ സ്റ്റാൻഡ് നീളം കൂട്ടി, സ്റ്റോക്കിൽ തന്നെ നീളം കൂട്ടി. കനാൽ ബ്രോയുടെ വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലൈസ് 2 ബ്ലാക്ക് ആക്കിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോലോഗിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്തായാലും ഇത് സനൽ ബ്രോയുടെ ചാനൽ വന്നിട്ട് എൻ്റെ ചാനൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നൈസാ വണ്ടി ഇപ്പോൾ ലുക്ക്. വണ്ടിക്ക് മിസ്സിങ്ങും ഇല്ല കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യ. മിക്കവാറും കാർബറേറ്റർ ഒന്നും മേടിക്കില്ല കേട്ടോ. ചെറിയൊരു ചേഞ്ച്. ഫോണിൽ വർക്കാണ്. എന്താണ്ട് ഫ്രണ്ടിലൊക്കെ സ്റ്റിക്കർ. ഇതെന്തൊരു കളറാണ് ഇത്?
ക്രോം റെഡ്. ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ടുള്ള നൈസ് ഗ്രാഫിക്സ് അല്ലേ. വലിയ സീനും ഇല്ല, ഒതുങ്ങി ഇരിപ്പുണ്ട്, വലിയ ഇറപ്പുമില്ല. ഇല്ല പാടാണോ തേഞ്ഞ് ഞാൻ അങ്ങനെ കിട്ടുന്നു. ഉണങ്ങിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. പുതിയ ടെന്റ് ഉണ്ടല്ലേ. ത്രീ പണിയുന്നില്ലായിരുന്ന ആൾക്കാർക്ക് പരാതിയായിരുന്നു. ആറ്റിവരെ പോയിട്ട് വരട്ടെ, അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അടിക്കാം. ആ ഫ്രണ്ട് ആ ഫുള്ള് സെറ്റ് മേടിക്കാം, പുതിയത് മേടിക്കാം. പോയിട്ട് വരട്ടോ. ആ വൈകിട്ട് വരെ കാണുമല്ലേ. ഞാൻ പോയിട്ട് വരല്ലോ, അത് മേടിച്ചിട്ട് വരാം. ആ ബോൾട്ടും ലിവർ ബോൾട്ടും അത് സെറ്റായിട്ട് തരാൻ പറഞ്ഞാൽ ആ ഓസൊന്നും വേണ്ടല്ലോ. ഏത് ബോൾട്ടാണ്? ഇവിടത്തെ അല്ലേ ഓസ് ഇടുന്നതിൻ്റെ അടുത്ത്. ഓ ഈ ബോൾട്ട്. അപ്പം ഇനി നമ്മൾ നേരെ ആറ്റിങ്ങ പോകണം കേട്ടോ. ആറ്റിങ്ങ യമഹേര ഷോറൂം വരെ പോവുകയാണ്. നമ്മുടെ ഈ MC കിറ്റ് മാറ്റിയിട്ട് നമ്മുടെ ആ V3 മേടിച്ച് വയ്ക്കാനാണ് കേട്ടോ പ്ലാൻ. നമ്മൾ കുറച്ചുകൂടി ബ്രേക്കിംഗ് പെർഫോമൻസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇപ്പം മിസ്സിങ് മുമ്പ് കണ്ട് ഇങ്ങനെ വണ്ടി കൈ വിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നല്ലോണം കൈയെടുത്ത് പോകുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ പൈസ തീരുമ്പോൾ ഇനി മിസ്സിങ് തുടങ്ങും ചേട്ടാ. ഇത് ലിവറൊക്കെ വരത്തില്ലേ? ലിവർ സെപ്പറേറ്റ് ആണ്. ഇത് R15 വെർഷൻ 3 തന്നെയല്ലോ തന്നെ. ലിവറോടെ ആണോ? ഓ ഇവിടത്തെ ഇത് വരത്തില്ലേ ഈ ടോപ്പിലത്തെ? അത് സെപ്പറേറ്റ് ആണ്. അത് എത്ര? ആ രണ്ടും കൂടെ? ഓ ഓ നോൺ ABS വണ്ടിക്കും ഇതിനൊക്കെ ഏകദേശം സെയിം സാധനം തന്നെയാണ് കേട്ടോ വരുന്നത്. സെയിം പ്രൈസും സെയിം റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മറ്റേതാകുമ്പോൾ ABS ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം വരും കേട്ടോ. നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഒരു 1300 രൂപ എത്രയാണ്ട് ഉണ്ട് മാസ്റ്റർ സിലിണ്ടറിന് മാത്രം. പിന്നെ അതിൻ്റെ ബോൾട്ട്, അതുപോലെ തന്നെ മേളത്തെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. ലിവറൊക്കെ സെപ്പറേറ്റ് ആണ് മേടിക്കാനുള്ള. എല്ലാം കൂടി ഒരു 1600 സംതിങ് അത്രയും വരുന്നുണ്ട്. എന്തായാലും ഇത് വച്ചിട്ട് വല്ല പെർഫോമൻസ് വ്യത്യാസം ഉണ്ടായില്ലേന്നൊക്കെ എന്തായാലും വണ്ടി കുറച്ച് സെറ്റ് ചെയ്ത് കുറച്ച് ഓടിച്ചിട്ടൊക്കെ പറയാം കേട്ടോ. ആറ്റിങ്ങ ഷോറൂം വന്നിട്ട് സ്പെയർ കിട്ടുന്നത് നമ്മുടെ ഇവിടെയാണ്. മാമം പഴയ ഒരു പാലമുണ്ട്, അവിടെയാണ്. ആ കട്ട് റോഡ് കയറി പോകണം. ഞാൻ 2-3 ഷോറൂമിൽ ചെന്ന് കയറി കേട്ടോ. അവിടെ നിന്ന് സ്പെയർ ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് കണ്ടെത്തിയത്. അതാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇനി സ്പെയറും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളവരുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. നമ്മളെ മാമം ആ കട്ട് റോഡ് കയറി പഴയ പാലത്തിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോവുക. അവിടെയാണ് കേട്ടോ ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ആ ആർക്കും എത്തൂലേ കാലിലെ നീട്ട കുറവ്. അപ്പോൾ സനൽപുരം നമ്മളെ KDV 220 ആയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ 220 ആണ് ബേസ് ചെയ്യുന്നത്. ഒരു അഡ്വാൻസ് ഒരു അഡ്വാൻസ് 220 ആണ്.
ഇതിൻ്റെ ഹഗ്ഗർ ഊരി തെറിച്ചേട്ടാ ഇങ്ങോട്ട് വന്ന സമയത്ത് സംഭവം എന്താ 3 സ്പോട്ട് അടിച്ചുള്ളായിരുന്നു. അതിന് ശേഷം നമ്മൾ വെൽഡ് ചെയ്തില്ലായിരുന്നു, അതങ്ങ് വിട്ടുപോയി സംഭവം. ഞാൻ നോക്കിയപ്പോൾ ഭാഗ്യം പോലെ വലുതായിട്ടൊന്നും അതിൽ തന്നെ ഇരുന്ന് കേട്ടാ. പിടിച്ചപ്പം ഇളവി വന്ന് അതിൻ്റെ വേനകത്ത് കിടപ്പുണ്ട് സാധനം. അല്ല ഇപ്പോഴത്തെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ കണ്ട, ബ്രേക്കെന്ന് പറയില്ല, ബ്രേക്ക് ലിവർ മാത്രമുണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഒരു പേരിന് വേണ്ടിയേ ഉള്ളൂ, ഇത് ഒരു കാര്യമില്ല. അതിൻ്റെ MC കിറ്റൊക്കെ മാറിയാണ് കേട്ടോ, അതിൻ്റെ അത് നിന്നേന്നുമില്ല. MC കിറ്റ് മാറിയിട്ടും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റാ, ഈ ക്യാപ്പ് വരെ സെപ്പറേറ്റാ. ആരകം പോയല്ലേ ദ്രവിച്ച്. അപ്പോൾ ഇത് ഇട്ടേക്കുന്ന കേബിളെന്ന് വെച്ചാൽ നമ്മളെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ കേബിളാണ് കേട്ടോ. അതാകുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇനിയും എന്താ ഇവിടെ ചുരുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡിൽ മാറ്റുമ്പോൾ ഓ എന്തിനാ പഠിക്കണം? കോപ്പർ വാഷറാ? ഈ സൈസില് അവിടെ കിട്ടുമോ? ഒത്തിരി കൂടെ ഇത് ഹൈറ്റ് ഉണ്ട്, കനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓ കട്ടിയേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കോപ്പർ വാഷർ അല്ല അവിടെ കാണുമല്ലോ. വ്യത്യാസം കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടല്ലേ ഇത്? വ്യത്യാസം വരുമല്ലേ? ഇത് വേറെ ഇതാണല്ലേ, ബൈബെയർ അല്ലല്ലോ? നിസ്സിനാ? കാലിപ്പറിലല്ലേ? ഇപ്പോൾ ബ്രേക്ക് പാഡ് കൂടെ മാറണം കേട്ടോ. മാസ്റ്റർ സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലേ? ഇതെവിടെ നിന്ന് ഒടിയുന്നതാകുമ്പോ പിന്നെ അല്ല വിഷയം. അപ്പുറത്തൂടാൻ കട്ടി, അപ്പുറത്തൂടാ. ഓ ഇല്ലേ രണ്ട് ഇതാവത്തില്ലേ? ബ്രേക്ക് ഇപ്പോൾ പിടിക്കാൻ തന്നെ എന്താ ഐശ്വര്യം. ഇത് ഇനിയും മാറൂടാ. നീ ഹോസെല്ലാം മറ്റേ മെറ്റൽ ഹോസല്ലേ, ഇതിപ്പോ റബ്ബറും കൂടെ വരുന്നതാണ് ഇത് ഒത്തിരി വികസിക്കും. മറ്റേതും കൂടെ പൊളി ബ്രേക്ക് ആയി. ആ ഹോസ് എവിടെയും കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ ചെറുത്? ഇതിൽ ഈ ലിവറും അടുത്തിരിക്കുന്നോണ്ടാണ് V3 ഉള്ളതായിട്ട് ലിവറിവിടെ അടുത്തിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ നല്ലോണം അടുത്തിരിക്കുന്നതാണ് തോന്നുന്നത്. ഓട്ടത്തിൽ നിനക്ക് ഭയങ്കര ബ്രേക്ക് ആയിരിക്കും. മറ്റേ ഇതേ ഈ ഓസ് വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? പിന്നെ വേറെ നീളം അനുസരിച്ച് മേടിക്കാൻ കിട്ടൂടാ. എവിടെ ഉണ്ട്? കളർഫുള്ള് കണ്ട് എനിക്ക് ആമസോണിലെ ഫ്ലിപ്കാർട്ടിലൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അറിയത്തില്ല. പക്ഷേ 220 വരുന്ന നൈസ് സാധനമാണല്ലേ. NSൻ്റെ സെയിം ആണോ? റബ്ബർ റോസ് ആണെന്ന് തോന്നല്ലേ. 220 നല്ല സൂപ്പർ സാധനമാണ്, പക്ഷേ അത് ലെങ്ത് കുറവാണ്. ടാറ്റ ആ കഴിഞ്ഞു പോട്ടാ. ഇതെല്ലാം സെറ്റ് ആയിട്ടല്ലേ പോവും. ടാറ്റ അപ്പം കാണാം കേട്ടാ. എന്നാലും ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തതല്ലേ ഉള്ളൂ. കുറച്ച് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ്. ഏകദേശം ഒരു 100 കിലോമീറ്ററിന് പ്ലസ് ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ് കേട്ടോ. എന്നിട്ടിപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഒരു RCB എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഒരു മെയിൻ്റെനൻസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു RCB മേടിക്കാൻ പൈസ ഇല്ല, അങ്ങനെ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. RCBക്ക് പകരം ഇത് വയ്ക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സ്റ്റോക്കിനെ കാട്ടി നല്ല ബ്രേക്കിങ് കാര്യങ്ങളും പെർഫോമൻസ് എനിക്ക് എന്തായാലും ഫീൽ ചെയ്ത് നല്ല ഫീഡ്ബാക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഡ് ഗാർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് മഡ് ഗാർഡ് സെറ്റ് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ മഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പം ബേക്ക് ഹഗ്ഗർ ഉണ്ടായിരുന്നു, ബേക്ക് ഹഗ്ഗർ ഊരി പോയത്. അപ്പോൾ അതെന്തായാലും ഉടനെ സെറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മഡ്ഗാർഡ് സെറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ അപ്സൈസ് ടയർ ഇടുമ്പോൾ ഈ മഡ്ഗാർഡ് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്, ഒരു പൊടി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തട്ടും. ഇപ്പോൾ വേറെ എക്സ്ട്രാ ക്ലാമ്പൊക്കെ ചെയ്തത് ഇവിടെ ഒരു ഹോളൊക്കെ കിടക്കുന്നുണ്ട്, ക്ലാമ്പൊക്കെ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ബൈറ്റ് കൊണ്ട് നമുക്കൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിങ്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം നൈസാണ്. ഇപ്പോൾ എന്നോട് എല്ലാവർക്കും ഇപ്പോൾ RCBയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ 210 180 അതുപോലെയുള്ള വണ്ടികളൊക്കെ സെറ്റ് ചെയ്താൽ എന്തായാലും യൂസ്ഫുൾ ആവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് എന്നെ ഇവിടെ വയ്ക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിച്ച വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.